നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മറ്റൊരു എമിറേറ്റായ അജ്മാനിലാണ്. അജ്മാനിലെ ന്യൂ സനയ എന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അജ്മാനിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ ന്യൂ സനയയിലുള്ളത്. ഒട്ടനവധി വ്യവസായ സംരംഭങ്ങളെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വ്യവസായ സംരംഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ അതിൻ്റെ നേതൃത്വം നൽകുന്ന രണ്ട് മലയാളികളാണ്. ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ട്രേഡിംഗ് രംഗത്ത് വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്ന മാസ്കോൺ ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്നേഴ്സ് സുൽഫിക്കർ അലി കെയും മുഹമ്മദ് റാഫി എന്നീ രണ്ടുപേരാണ് ഇന്ന് ഞങ്ങളുടെ അതിഥികൾ. അവർ രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നു. കാരണം സാംസ്കാരിക കേരളം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്താണ് മുഹമ്മദ് റാഫിക്ക താമസിക്കുന്നത്. നാട്ടിക തളിക്കുളം പ്രദേശത്താണ് സുൽഫിക്കർ അലിക്കയും താമസിക്കുന്നത്. എങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾ രണ്ടുപേരുടെയും കണ്ടുമുട്ടൽ ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഐക്യം നമുക്ക് ഒരു ബിസിനസ് സംരംഭത്തിന് വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത്. ഇവിടെ രണ്ട് പേർ രണ്ട് ദേശത്തു നിന്നാണെങ്കിലും ഒരേ മനസ്സുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിനന്ദനം അറിയിക്കുന്നത്. അത് ബിസിനസിന്റെ വിജയത്തിന് ഒരു പ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. സുൽഫിക്ക പറയട്ടെ, കാരണം എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫിക്കായിട്ടുള്ള ആ കൂട്ടുകെട്ട്? സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു 20 വർഷം മുമ്പ് വിസിറ്റിങ്ങിന് വന്നിരുന്നു. 20 വർഷത്തിന് മുമ്പ്. അന്ന് എനിക്ക് റാഫി എന്നൊരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് നാട്ടിൽ നിന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ കസിൻസ് ഉണ്ട്, മറ്റു ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവർ മുഖാന്തരമാണ് ഞാൻ റാഫി പരിചയപ്പെടുന്നത്. 20 വർഷത്തിന് മുമ്പ് നാട്ടിൽ കാഷ്വൽ ആയിട്ടുള്ള പരിചയം. പക്ഷെ ആ പരിചയം വളരെ അടുത്തൊരു ബന്ധമായി മാറി. എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ കസിൻസിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവനായിട്ട് അടുപ്പം തന്നു. അത്രമാത്രം അടുപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം താമസിച്ചിരുന്നത് മറ്റെല്ലാം ഇവൻ്റെ റൂമിൽ. എന്നെ കെയർ ചെയ്തിരുന്നത് ഇവനായിരുന്നു. അന്ന് ബിസിനസ് സംരംഭങ്ങളും ഇല്ല, ഒന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള യാതൊരു പരിപാടികളും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. തികച്ചും ഒരു ജോലി അന്വേഷണത്തിനാണ് ഞാൻ വന്നത്. ഇവിടെ നമ്മളെ കയ്യിൽ മറ്റു വേറെ ഒരു വിസ സംഘടിപ്പിച്ച് അയച്ചു തന്നു. അതുമായി വന്നു. ടിക്കറ്റിനുള്ള പൈസ അറേഞ്ച് ചെയ്ത് നമ്മൾ വന്നു. ജോലിക്ക് അന്വേഷണം ആരംഭിച്ചു. വേറെ മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മളെ കയ്യിൽ പൈസ ഇല്ല, ചെലവില്ല, ഒന്നുമില്ല. എല്ലാം ചെയ്യുന്നത് ഇവർ തന്നെ. അന്ന് റാഫിക്ക ബിസിനസ് രംഗത്താണോ അതോ ജോലിയായിട്ട് നിൽക്കുകയാണോ? ഞാൻ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ജോലിയായിരുന്നു. ഒരു യാദർച്ഛികമായ കണ്ടുമുട്ടുന്നു. ഒരു ജില്ലയിലാണെങ്കിലും രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. കാരണം തളിക്കുളവും കൊടുങ്ങല്ലൂരും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. എന്നാലും ഇതൊരു യാദർച്ഛികമായ ഒരു കൂട്ടുകെട്ട്, ഒരാൾ നിമിത്തം രണ്ട് ബന്ധങ്ങൾ വളരെയാണ് വർഷങ്ങൾക്ക് മുമ്പ്. പിൽക്കാലത്ത് അതൊരു ബിസിനസ് സംരംഭത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള ഒരു സാഹചര്യത്തിന് കാരണമാകുന്നു. അതാണ് സത്യം. എനിക്കറിയേണ്ടത് മുഹമ്മദ് റാഫിക്ക സുൽഫിക്കയിൽ നിന്ന് ബിസിനസിന്റെ സാധ്യതകൾ, ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് വരികയാണെങ്കിൽ സാധ്യതയുണ്ട്, ഇദ്ദേഹത്തിൽ അതിനനുസരിച്ചുള്ള വിഷനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. എങ്കിൽ മാത്രമേ പങ്കാളിത്തത്തോടെ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. എങ്ങനെയായിരുന്നു? ആദ്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യം, അതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രധാനം. അതല്ലാതെ പല ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങി ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാദ്യം ഈ ബിസിനസ്സിലേക്ക് ഇതിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പോളിസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ബിസിനസ് തുടങ്ങി ആ ഫ്രണ്ട്സ് എന്നുള്ള ബന്ധം ഒരിക്കലും മുറിയാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് വേറെ. ഈ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും സംഭവിക്കരുത് എന്നുള്ള ഒരു ധാരണയായിരുന്നു. ആ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ യഥാർത്ഥത്തില്. പിന്നെ ഞങ്ങളൊരു 10 വർഷത്തോളം പരിചയം, ആ ഒരു ബന്ധം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ 10 വർഷത്തിനിടയിൽ വെച്ച്, ഈ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ബിസിനസ് ചെയ്യണം അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുനിസിപ്പാലിറ്റിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആയിരുന്നു. നമ്മളെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നല്ലൊരു അസറ്റായിരുന്നു, വഴികാട്ടി കൂടിയായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഷെരീഫ്, അദ്ദേഹം നാട്ടിലാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം
മാറ്റിമറിച്ചത് എന്ന് പറയാം. ടേണിംഗ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ്, ഞാനൊരു ചെറിയ ജോലി ചെയ്തിരുന്നു, 1000 രൂപ ശമ്പളമുള്ള ഒരു ജോലി ചെയ്തിരുന്നു. എന്നൊരു ലൈസൻസാണ് ലൈഫിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർബന്ധപൂർവം അദ്ദേഹം എന്നെ കൊണ്ടത് ചെയ്യിച്ചു. അദ്ദേഹം തന്നെ അതിനൊരു വഴികാട്ടിയായി മാറി. ഞാൻ ഇന്നത് ചെയ്യണം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്. ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സൗഹൃദം, പിന്നെ നിലനിർത്തിക്കൊണ്ടിരുന്ന സുൽഫീഖയായിട്ടുള്ള ബന്ധം, പിന്നെ സുൽഫീഖ സൗദിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബിസിനസിന്റെ ഐക്യത്തിന് വളരെ കാരണമായി മാറുകയും ചെയ്തു. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കാരണം സൗഹൃദമാണ് മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. നല്ല സൗഹൃദം, നല്ല സുഹൃത്തുക്കൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ്. അപ്പൊ അതുപോലെ ആവണം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. കാരണം സുഹൃത്തുക്കളുടെ കൂട്ടായ്മ, ഒരു നല്ല കൂട്ടായ്മ ബിസിനസ് സംരംഭത്തിന് നല്ല ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, കാരണം എൻ്റെ ജീവിതത്തിൽ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് എടുക്കുവാൻ എന്നെ നിർബന്ധിച്ച ഷെരീഫ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇന്ന് നാട്ടിലാണ്. പക്ഷെ അദ്ദേഹത്തെ ഇന്നും താങ്കൾ ഓർക്കുന്നു എന്നുള്ളതല്ലേ വലിയ കാര്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരിക്കലും അദ്ദേഹം ഞാൻ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് പിന്മാറിയതാണ്. ലൈസൻസ് ഒരുപാട് എക്സ്പെൻസ്, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസ്, നമ്മൾക്ക് 6000-7000 ദിർഹംസ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. ബട്ട് അവരുടെ സഹായവും അവരുടെ മോട്ടിവേഷൻ, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ, ഞാനൊരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഞാൻ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാനല്ല ഞാനത് ചെയ്യിച്ചത്, എനിക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, കഴിവുകളുണ്ട്, അത് നീ സെയിൽസിലേക്ക് വരണം, നീ സെയിൽസ് അത് ചെയ്യണം, ആ ഒരു ലൈസൻസ് എടുപ്പിച്ചത്, നീ അതാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. ശരിക്കും ഒരു സുഹൃത്തിന്റെ കഴിവുകളെ മനസ്സിലാക്കുന്നത് മറ്റൊരു സുഹൃത്താണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുന്ന്, നീ ഒരു ഡ്രൈവറായിട്ട് പോകേണ്ട ആളല്ല, സെയിൽസ്മാനായിട്ട് അല്ലെങ്കിൽ സെയിൽസിനായിട്ട് ഒരുപാട് ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആ സുഹൃത്ത്, അത് ശരിക്കും ഒരു വഴികാട്ടി തന്നെയാണ്. അങ്ങനെ ഒരു സുഹൃത്താണ് സുൽഫീഖായും. കാരണം ഇന്ന് നേരത്തെ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും വരാൻ പാടില്ല എന്ന ഒറ്റ ദൃഢവിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ആ ഡീല് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് സത്യം. കാരണം ഒരു ഒളിവോ മറവോ ഇല്ലാതെ തുറന്ന മനസ്സോടെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഇന്ന് മാസ്കോൺ എന്ന ജനറൽ ട്രേഡിംഗ് രംഗത്ത്, എസ്പെഷ്യലി എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് രംഗത്ത് ഇന്ന് ഓൾ GCCയിൽ അറിയപ്പെടുവാൻ സാധിച്ചത് എന്നുള്ളതാണ്. സുൽഫീഖ തന്നെ പറയട്ടെ. കാരണം അദ്ദേഹം പറഞ്ഞു സുഹൃത്തിൻ്റെ വാല്യൂസിനെ കുറിച്ച്. തീർച്ചയായിട്ടും ആ വാല്യൂസാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. അതെ അതെ. ആ ബന്ധങ്ങളിൽ നിന്നാണ് നമ്മുടെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ ബാല്യകാലം? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം, നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയരങ്ങളിൽ എത്തിച്ചേർന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്ന വ്യക്തിത്വത്തെ അത് ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെ. എങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലം? തളിക്കുളം നാട്ടിക സ്വദേശിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ മുൻപ് ഗൾഫിൽ ഇവിടെ തന്നെ ആയിരുന്നു, അജ്മാലിൽ. ഒരു എക്സ് ഗൾഫാണ്. ഒരു പ്രവാസ കുടുംബത്തിലാണ്. തീർച്ചയായിട്ടും. അതെ അതെ. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ രണ്ടാമത്തെ. ഞങ്ങൾ 3 പേരാണ്. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, പിന്നെ ഞാൻ, പിന്നെ പെങ്ങൾ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവരും വേറെ ബിസിനസ്സായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ജനിച്ചതും പഠിച്ചത് തളിക്കുളം കോളേജും എല്ലാം അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗുജറാത്തിലേക്ക് പോയി. എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. ഗുജറാത്താണ് ശരിക്കും. അതെ. കാര്യം നമ്മുടെ കേരളം വിട്ട് പുറത്തു പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ലൈഫിൽ വരും. കേരളം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളെ കെയർ ചെയ്യാൻ നമ്മളെ ഫാദർ, മദർ, മറ്റെല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. മറ്റ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മളെ. അവിടെ നമുക്ക് ഒരുപാട് നമ്മളെ അനുഭവങ്ങൾ, നമ്മളെ കൂടുള്ളവരെ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും. പക്ഷെ അതെല്ലാം നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്.
ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു. ജോലി അന്വേഷിച്ചാണ് പോയത്. ജോലിക്ക് വേണ്ടി ജോലി കൺഫേമായി പോയത് തന്നെയായിരുന്നു. അവിടെ ഒരു പ്രസ്റ്റീജ് പ്രഷർ കുക്കിൻ്റെ ഏജൻസി, അവിടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ വിസിറ്റിങ്ങിന് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഇവരെല്ലാവരും പരിചയപ്പെടുന്നതും മറ്റുള്ള. അത് ഞാൻ ഈ ഷെറീഫ് എന്ന് പറയില്ലേ, ആ പുള്ളി എൻ്റെ കസിനാണ്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് എനിക്കൊരു 100 രൂപ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ പറയും നിനക്ക് 100 അല്ല 1000 ഉണ്ടാക്കാൻ കഴിയും. ഒരു പോസിറ്റീവ് ഓൾവേസ് അവനൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇവൻ്റെ കഴിവുകളെ ഇവൻ അവിടെ മറച്ചു വയ്ക്കും. അതായിരുന്നു ഇവൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആ ഷെറീഫാണ് അത് കംപ്ലീറ്റ് മാറ്റിമറിച്ചു. പറഞ്ഞ പോലെ തന്നെ എല്ലാം മാറ്റിമറിച്ചത് അവനാണ്. ഇവനക്കുള്ള കഴിവുകളൊക്കെ ഇവൻ ആ ചെറിയ ജോലിയിൽ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് വലിയ ജോലിക്ക് വേണ്ടി ഇവൻ റെക്കമെൻഡ് ചെയ്യും, അവിടെ പോവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇവന്റെ കഴിവ് ഇവൻ എപ്പോഴും മറച്ചു വെച്ചിരുന്നു. അത് ഈ ഷെറീഫിലൂടെയാണ് നമുക്കത് മാറ്റി കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഈ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബന്ധമാണ് നമുക്കുണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിനും നമ്മൾ നല്ലത് മാത്രമല്ല പറയാം, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ആവണം. തീർച്ചയായിട്ടും. പലരും നമുക്കുണ്ടാവും, നമ്മ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മളൊരു പ്രീതി കിട്ടാനായിട്ടാണ് നീ ചെയ്ത് നന്നായി. നമ്മ പല നല്ലതിൽ കൂടുതൽ തെറ്റായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകുക. പക്ഷെ അതും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സുഹൃത്തുക്കളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമുക്ക് ടോട്ടലി സുഹൃത്ത് ബന്ധത്തിലാണ് നമ്മളിതെല്ലാം വിജയിച്ചു പോകുന്നത്. ഒരു നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു നല്ലൊരു വഴികാട്ടിയാണ്. തെറ്റുകളെയും ശരിയെയും നമുക്ക് മനസ്സിലാക്കി തരുവാൻ. തീർച്ചയായിട്ടും. ഈ ഷെറീഫ് മാത്രമല്ല നമുക്ക് സുഹൃത്താണ്. ഷെറീഫ് എന്ന ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പറഞ്ഞുള്ളൂ. പക്ഷെ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമുക്കുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളും അവരോട് ചർച്ച ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അവരോട് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇത്രയും അൽഹംദുലില്ലാഹ് നമ്മ ഇങ്ങനെ സ്തുതി. തീർച്ചയായിട്ടും നമ്മളിവിടെ ഇത് തുടങ്ങുമ്പോൾ വളരെ ചെറിയൊരു രീതിയിലായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവൻ പുറത്ത് ജോലി ചെയ്യായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് ഇവിടെ കമ്പനി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ, ഒരു സ്റ്റാഫ് മാത്രം. എല്ലാ സ്റ്റാഫും ബോയ്, GM, MD, അക്കൗണ്ടന്റ്, പർച്ചേസ്, സെയിൽസ് എല്ലാം ഒരാൾ. ടൈമിനനുസരിച്ച് മാറും, ആട് മാറും, മുഖം മാറും. കാരണം അതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. അങ്ങനെ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫായിട്ട് കൂട്ടി ഓരോ സ്റ്റാഫ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു 10-15 സ്റ്റാഫോളം നമുക്കുണ്ട്. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട്, അതുപോലെ നമ്മളെ മാതാപിതാക്കളെ ദുആ, അവരെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ഒരുവിധം കുഴപ്പമില്ലാണ്ട് നമ്മൾ വലിയ നിലയിലെത്തിയൊന്നുമല്ല, അൽഹംദുലില്ലാഹ് നന്നായിട്ട് പോകുന്നുണ്ട്, ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ട്. അതുപോലെ തെറ്റില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ആസ് എ ബിസിനസ് പാർട്ണർ എന്ന നിലയിൽ മുഹമ്മദ് റാഫിയുടെ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് സുൽഫിക്ക മനസ്സിലാക്കിയിട്ടുള്ളത്? അവനുള്ളൊരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. അവൻ്റെ മീൻസ് റാഫിയുടെ കുറവ് എന്തെങ്കിലും, അവനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും അതുപോലും മറന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് ഹെൽപ്പ് ചെയ്ത് അത് ചെയ്തു കൊടുക്കുന്നുള്ളതാണ് അവൻ്റെത്. ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഇപ്പോൾ സുൽഫിക്ക പറഞ്ഞത്. കാരണം റാഫിക്കയെ കുറിച്ചുള്ള, കാരണം മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് നമ്മുടെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ വേദന അറിയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധ, അവരെ സഹായിക്കുക. അത് റാഫിക്കക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് നമുക്ക് ഇൻബോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് എന്ത് ക്വാളിറ്റിയാണ് സുൽഫിക്കക്ക് ഒരു ബിസിനസ് പാർട്ണർ ആസ് വെൽ ആസ് നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള. പേഴ്സണലി ഞാൻ ഒരു ഹോട്ട് ടെമ്പേർഡ് മാനാണ്. ഞാൻ ആ ഒരു ലെവലിലാണെങ്കിൽ അദ്ദേഹം അതിനത് ക്ഷമിച്ച് അത് പിന്നീട് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയ കഴിവ്, ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ബന്ധങ്ങൾ സൂക്ഷിക്കാൻ. അതാണ് 10 വർഷത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ ആ ബന്ധങ്ങൾ നിലനിർത്തി. ഞാൻ നേരത്തെ സുൽഫിക്കടുത്ത് ചോദിച്ചതുപോലെ തന്നെ നമ്മൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ്, ബാല്യകാലം. അയാളുടെ ബാല്യകാലമാണ് ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ എത്തിച്ചേരുമ്പോഴും നമുക്ക് റിവേഴ്സ് ചെയ്ത് നോക്കും. ആ ബാല്യകാലത്ത് നിന്ന് നമ്മൾ പഠിച്ച അനുഭവങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് നമുക്ക് പിന്തുടർന്നു കൊണ്ടേയിരിക്കും. എങ്ങനെയായിരുന്നു ആ ബാല്യകാലം? ഞാൻ ജനിച്ചത് കരുവപ്പെടുന്ന എന്ന
കൊടുങ്ങല്ലൂരിനടുത്ത് കരുവപ്രന്ന എന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കരുവപ്രന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. ഉപ്പാക്ക് ബിസിനസ്സായിരുന്നു നാട്ടിൽ ഒരു ചെറിയ ബിസിനസ്സായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ രണ്ടാമത്തെ മകൻ. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് റഫീഖ്? മാതാപിതാക്കളുടെ സ്വാധീനമുള്ള എല്ലാവരുടെ വിജയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മളെ മനസ്സിലാക്കി തന്നതും ജീവിതത്തിൽ എങ്ങനെ ആയിത്തീരണമെന്നും മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണമെന്നും പഠിപ്പിച്ചു തന്നതും നമ്മുടെ മാതാപിതാക്കൾ. അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഈ ദുബായിലേക്കുള്ള യാത്ര? വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ ജോലി അന്വേഷിച്ച് വീണ്ടും നമ്മൾ ജോലി അന്വേഷണം നാട്ടില് നമ്മുടെ സുൽഫിക്ക പോലെ ഗുജറാത്തിലൊന്നും പോയിട്ടില്ല. പക്ഷേ ബേസിക്കലി ഞാനൊരു സ്റ്റാർട്ടിങ് ഒരു സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു. ഞാൻ നാട്ടിൽ ഞാനൊരു പ്രീഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 92-ൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ ഒരു നല്ല ബൂമായിരുന്നു. ബട്ട് അത് അധികം ജനങ്ങളിലേക്ക് എത്താത്തൊരു കാലഘട്ടമായിരുന്നു. ഞാൻ +2 പ്രീഡിഗ്രി കഴിഞ്ഞു. നേരെ ഞാൻ പിന്നെ നമ്മൾ ചെന്നെത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ +or- കഴിഞ്ഞ് അവിടെ നിന്ന് അതെ അവിടെ നിന്നുണ്ടാക്കിയ ബാധ്യതകളും വേറെയാണ്. തീർച്ചയായും അവിടെ നമുക്ക് ബാധ്യത ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ആ ബാധ്യത കാരണം അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്കുള്ള യാത്ര. അതൊരു നിമിത്തമായിരുന്നു. കാരണം നമ്മൾ ആ ബാധ്യത എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പാഠം പഠിക്കുന്ന അവിടെ നിന്നാണ്. നമ്മുടെ നഷ്ടങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ അവിടെ നമ്മൾ ഒന്നിലും ചെയ്തില്ല, അതിന് നഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു നല്ലൊരു ബിസിനസ്സുകാരനായി മാറാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലേ? അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഈ അജ്മാനിലേക്കാണ് ദുബായിലെത്തി. ദുബായ് മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ ഗൾഫ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും മുൻ പരിചയമില്ലാത്തൊരു മേഖല. അതും മിസ്റ്റർ റാഫിയുടെ ഫീൽഡായിരുന്നാലും ഒരു എംപ്ലോയിയാണ് ബാക്ക്ഗ്രൗണ്ട്. താങ്കളുടെ ആയിരുന്നാലും ഡിഫറെന്റ് മേഖലയിലേക്കാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പാർട്സ് രംഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിചയമില്ലാതെ ആ മേഖലയിൽ എങ്ങനെ വിജയിക്കാൻ കഴിയും എന്ന് മനസ്സിലായിരുന്നു. അതില് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മനസ്സിൽ എന്തെങ്കിലും ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കോളേജ് ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അക്ബർ എന്ന് പറഞ്ഞിട്ട്, തളിക്കുളത്തുള്ള. അവനൊരു ഷർട്ടിൻ്റെ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ആസിഡ് വാഷ് ഷർട്ട്. ആ ടൈമിൽ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ നിന്ന് കുറച്ച് ഷർട്ട് എടുത്ത് കൊണ്ടുപോകും. കുറേ മലയോര പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്. അവരുടെ കമ്പനി എംപ്ലോയീസൊക്കെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഷർട്ട് കൊടുത്ത് പൈസ വാങ്ങി അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് മുൻപേ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ളൊരു ഉറച്ച തീരുമാനമായിരിക്കും അതിനുള്ള വിജയം. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം. തീർച്ചയായിട്ടും ദൈവവിശ്വാസം അതും വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയാണെങ്കിൽ ആ തിന്മയെ വെടിഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകാൻ പറ്റും. ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഒരു ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം. എത്രത്തോളമാണ് ആ വിശ്വാസം? കാരണം ഈ വിശ്വാസത്തെ ഏറ്റവും പ്രധാനമായിട്ട് ക്ലബ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ബിസിനസ്, ആ ക്രെഡിബിലിറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസമില്ലാത്ത മേഖലയാണ് കച്ചവടം. അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. പക്ഷെ അതിൽ ദൈവവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബിസിനസ് അവിടെ പരിപൂർണമായി വിജയിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, കാരണം ദൈവവിശ്വാസത്തിന്റെ ഇമ്പോർട്ടൻസ് അത് എത്രത്തോളമാണ് ബിസിനസ്സിൽ നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയും? ദൈവവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ദൈവവിശ്വാസം പാലിച്ചാൽ തന്നെ ഒരു വിജയം കാണാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ തീർച്ചയായിട്ടും 100% ദൈവത്തിൽ വിശ്വസിക്കും. 100%. എങ്ങനെയാണ് സുൽഫിക്ക? ഇപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബിസിനസ്സിനെ മറ്റുള്ളവർ നോക്കിക്കാണും. ബിസിനസ് ഒരു ലാഭം എന്നുള്ള രീതിയിലാണ്. ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ഥായിയായ ഒരു ബിസിനസ് പലരും കാണുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ വിശ്വാസം. നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ എംപ്ലോയീസിനോടുള്ള നമ്മുടെ വിശ്വാസം, എല്ലാം വിശ്വാസത്തിലൂന്നിയാണ്. പക്ഷെ ഈ വിശ്വാസം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അറ്റ് ലാസ്റ്റ് ദൈവവിശ്വാസത്തിലാണ്. ആ ദൈവവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിശ്വാസം
അത് ബിസിനസ്സിൽ എപ്പോഴും അസറ്റ് തന്നെയാണ്. എത്രത്തോളം? അതായത് നമ്മളെ ബിസിനസ്സിലെ ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞ ദൈവവിശ്വാസം തന്നെയാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആവില്ല. 100%. നമ്മൾ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം പോക്കറ്റ് എന്ന് നോക്കി, പക്ഷേ അതിനൊരു ചെറിയ ലിമിറ്റഡ് പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്കില്ല. നാളത്തെ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. ഇന്ന് കഴിഞ്ഞു പോകും. തീർച്ചയായിട്ടും നമ്മളെല്ലാ ബിസിനസ്സിലും വേണ്ടത് ദൈവവിശ്വാസമാണ് അടിത്തറ. നമ്മളെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, അവരുടെ ദുആ, അതാണ് തീർച്ചയായിട്ടും വേണ്ടത്. നമ്മളെ സന്തോഷം മാത്രം നോക്കിയാൽ പോരാ. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നമ്മൾ വിഷമിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഈ ദുബായിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് ചുറ്റും നടക്കണം. അവരെ നമ്മളെ മനസ്സുകൊണ്ട് കരുതി നമ്മളെ കൊണ്ടാവുന്ന സഹായിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കുടുംബത്തെക്കുറിച്ച്, കാരണം കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനം വഹിക്കുന്നു. നമ്മൾ എല്ലാ മേഖലയിലും കൂടെ കടന്നു പോകും. ഇത്ര തിരക്കേറിയ ഒരു ബിസിനസ് രംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുടുംബത്തിന്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ട. റാഫിക്കയുടെ കുടുംബം വിവാഹം കഴിച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ. വൈഫിന്റെ പേര് ഷഹന. എത്ര കുട്ടികളാണ്? 3 കുട്ടികൾ. മൂത്താള് പെൺകുട്ടി, പേര് ഫാത്തിമത്തുൽ ഹിബ. രണ്ടാമത്തെ ആൺകുട്ടി, പേര് മുഹമ്മദ് റഹീസ്. മൂന്നാമത്തെ പെൺകുട്ടി ഹെസ്സ ഫാത്തിമ. വളരെ സന്തോഷമായ ഒരു കുടുംബ ജീവിതം. കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം? വളരെ വലുതാണ്. സുൽഫിക്കാക്കോ? എൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് അവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എടമുട്ടം എന്ന സ്ഥലത്താണ്. തളിക്കുളത്തിനടുത്ത് എടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഒരു 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. വൈഫിൻ്റെ പേര് ഷെറീന, ഷെൻസി അതാണ് പേര്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആള് അദ്നാൻ സുൽഫിക്കർ, രണ്ടാമത്തെ മകൻ തന്നെയാണ് അർഫ സുൽഫിക്കർ. 2 ആൺകുട്ടികളാണ്. അൽഹംദുലില്ലാ. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ റാഫിക്കാക്ക് എന്ത് തോന്നുന്നു? എനിക്കതൊരു പാഠങ്ങളായിട്ടാണ് തോന്നുന്നത്. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങളോട്, ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരുപാട് കാര്യങ്ങളാണ് പങ്കുവെച്ചത്. വാല്യൂസാണ് കൂടുതൽ. ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അതിനൊരവസരം ഈ തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ സുൽഫിക്കായോടും റാഫിക്കായോടും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ നന്ദി. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ സർക്കാരിനോടൊപ്പം പങ്കുചേരൂ. ഓരോ കേരളീയനും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിച്ച നിരവധി പദ്ധതികൾ.